ആദരണീയനായ യോഗാധ്യക്ഷൻ ശ്രീ മനോജേട്ടൻ, സമാദരണീയനായ ഉദ്ഘാടകൻ ഡോക്ടർ ലിജോ സർ, വിശിഷ്ടാതിഥിയായി എത്തിയ ശ്രീ സുനിൽ സുഗത അടക്കം വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള കുടുംബാംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിങ്ങനെ വന്നിരുന്ന സമയം മുതൽ ഉദ്ഘാടകന്റെ പ്രസംഗം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. കുറെ ഒക്കെ വേദികളിൽ പങ്കെടുത്ത പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എത്രയോ എഴുത്തുകാരുടെയും അധ്യാപകരുടെയും പ്രസംഗകരുടെയും ഒക്കെ പ്രഭാഷണങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരു ഉദ്ഘാടന പ്രസംഗം എന്ന് പറയുന്നത് കേവലം ഒരു വഴിപാട് പ്രസംഗമായി മാറാതെ തനിക്ക് മുന്നിലും തനിക്ക് പിന്നിലും ഇരിക്കുന്നവർക്ക് താൻ പറയുന്ന വാക്കുകളിൽ നിന്ന് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള ചില ആശയങ്ങളുടെ വെളിച്ചത്തെയും കൂടി ചേർത്ത് വെച്ച വളരെ പ്രൗഢ ഗംഭീരമായ ഒരു പ്രസംഗമാണ് പ്രിയപ്പെട്ട ഡോക്ടർ ഇവിടെ നമുക്ക് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ ഇനി അതിനപ്പുറത്തേക്ക് ഒരാൾക്കും ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. വായനയുടെ പ്രാധാന്യം, എന്ത് വായിക്കണം, എന്തിനു വായിക്കണം, എങ്ങനെ വായിക്കണം എന്ന 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ കൃത്യമായി അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പകർന്നു തന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഒരു പരിചയത്തെ കൂടി ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഓർമ്മിച്ചെടുത്തു. അത് ഏറെ സന്തോഷം തരുന്നു. കാരണം ഒരു 2007-നും 2010-നും ഒക്കെ ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ ചികിത്സയ്ക്കായി അഡ്മിറ്റായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം അന്ന് നമുക്കൊക്കെ ശരിക്കും ഡോക്ടർമാരോടൊക്കെ സംസാരിക്കാൻ ഒരു പേടിയാണല്ലോ സാധാരണഗതിയിൽ. പക്ഷേ അദ്ദേഹത്തിന് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, വളരെ സുന്ദര സുസ്മേര വദനനായിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു 15 വർഷം മുൻപ് ഇതിനേക്കാൾ കൂടുതൽ സുന്ദരനും സുസ്മിതനുമായ ഒരു ഡോക്ടർ. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി ഉള്ളൊരു പെരുമാറ്റവും, എനിക്ക് കുറച്ച് ഇങ്ങനെ കവിത ഇഷ്ടമുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം ആ സൗഹൃദം കുറെ കൂടെ ദൃഢമായി എന്നുള്ളതാണ്. ഒരു 15 വർഷത്തിന് ശേഷം കാണുമ്പോഴും ആ ഒരു ആശുപത്രി കിടക്കയിലെ രോഗി ഡോക്ടർ എന്ന ബന്ധത്തിനപ്പുറത്ത് ഒരക്ഷരത്തിന്റെ നാഭി ബന്ധമാണ് ഇവിടെ ഇതൾ വിടർന്നത് എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, പലപ്പോഴും നമ്മൾ പല അവാർഡുകളും ഉന്നതമായ നേട്ടങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ചില അക്ഷരബന്ധങ്ങൾ നമ്മളെ കൂട്ടിയിണക്കും. അതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് മലയാളത്തിന്റെ പ്രിയ കവി, നമ്മുടെ അയൽക്കാരൻ കൂടിയായ യൂസഫലി കേച്ചേരി എഴുതിയ ഒരു വരിയുണ്ട്. നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കി നിരുപമനാദത്തിൻ ലോല തന്തു, നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാനെന്ന നീഹാരബിന്ദു, സ്വരരാഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ്യസാരമേ, നിൻ പ്രേമഭിക്ഷയ്ക്കായി നീറി നിൽക്കും തുളസീദളമാണു ഞാൻ, കൃഷ്ണ തുളസീദളമാണു ഞാൻ. അപ്പൊ നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കിയത് ഉപമകളില്ലാത്ത നിരുപമമായ നാദത്തിന്റെ, സംഗീതത്തിന്റെ, വാക്കിന്റെ, അക്ഷരത്തിന്റെ ലോലമായ നാരുകളാണ് എന്ന് ആ കവി പറഞ്ഞു വെച്ചെടുത്ത് ഒരു ഡോക്ടറുടെയും ഒരു പഴയ ചികിത്സ തേടി വന്ന ഒരു നിസ്സഹായനായ ഒരു വ്യക്തിയുടെയും സ്നേഹബന്ധം ഒരക്ഷരത്തിന്റെ ബന്ധമായി ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു വായനശാലയുടെ പരിസരത്ത് നടക്കുന്ന ഒരു പരിപാടിക്ക് ഏറ്റവും അഭികാമ്യവും അനുയോജ്യവും അനുഗുണവുമായ ഒരു ചടങ്ങായി മാറി എന്നുള്ളതാണ്. എന്നെ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചത് എൻ്റെ ചിരകാല സുഹൃത്തായ ശ്രീ സുധീറേട്ടനാണ്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്.
വീക്ഷണകോണിൽ ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സൗഹൃദ കോണിൽ നിങ്ങൾ എന്താ പറയുക, തൂവൽ ചേർന്ന പക്ഷികളെ പോലെ അല്ലെങ്കിൽ ഇരു ചിറകുകളെ പോലെ ഉള്ള സുഹൃത്തുക്കളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദത്തിന്റെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ടുകൂടിയാണ് ഞാനിവിടെ വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒരു എഴുതി തുടങ്ങിയ ഒരു കവി എന്നുള്ള നിലയിൽ എനിക്ക് തന്ന ഒരു അംഗീകാരം കൂടിയാണ് ഈ ഒരു വേദി എന്നുള്ളതാണ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഇവിടെ മുന്നിലുണ്ട്. ഞാൻ പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പേരെ പരാമർശിക്കേണ്ടി വരും. അപ്പം എന്നെ പരിചയപ്പെടുത്തിയത് ഞാനൊരു കൗൺസിലർ കൂടിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു 5 വർഷക്കാലം എന്നിലെ കവിയും എന്നിലെ കൗൺസിലറും തമ്മിലൊരു വലിയ ആന്തരിക യുദ്ധം നടന്നിരുന്നു. കവിയായി തുടരണമോ കൗൺസിലറായി തുടരണമോ എന്നുള്ള ഒരു വലിയ ചോദ്യം എന്നെ അലട്ടുകയും, അപ്പൊ അങ്ങനെ ഒടുവിൽ എന്റെ കൗൺസിലർ പദവിയെ ഞാൻ മാറ്റിവെച്ച് വീണ്ടും എന്നിലെ കവിയെ ഞാൻ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2015 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 2020 നഗരസഭയിൽ നിന്ന് പടിയിറങ്ങി പോരുമ്പോൾ ഞാനൊരു കവിത എഴുതി. വരികയാണിങ്ങു ഞാൻ അരികളില്ല, വരികൾ വിളഞ്ഞിടും വയലിലൂടെ, കൊടിയും നിറങ്ങളും പകയേകിടും കൊടിയ വിദ്വേഷക്കടൽ കടന്ന്, അരുതുകൾ അനുദിനം അതിരുകെട്ടും അതിരഴാ ചതികൾ തൻ വഴികൾ വെട്ടും, അതിഘോരം അപവാദം അലയടിക്കും അതിലേറെ അഗ്നി പരീക്ഷയേകും, അരികെ നിന്നിടുവോരകലയാകും അകലെ നിന്നിടുവോരതിലുമേറും, അരികെ നിൽക്കേണ്ടുവോരരികളാകും അതികഠിനകാലം കടന്നുപോന്നു, ഇനി എന്റെ കാലിൽ ചിലമ്പു മാത്രം, കൈവിലങ്ങില്ല കൈവളകൾ മാത്രം, ചിതമിഴും കവിതയ്ക്കു ചിറകടിക്കാൻ മഹിതമൊരാകാശമണയട്ടെ ഞാൻ, അതിദീനമായി കഴിയുവോരെ അലിവോട് സേവനം ചെയ്ത കാലം, അതിലൂറി നിറയും ഈ ചാരിതാർത്ഥ്യം അഴകേറ്റിടട്ടെ എന്ന് സ്മരണ തോറും. അപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് പരമാവധി സേവനങ്ങൾ നൽകാൻ സാധിച്ച്, ജാതി മത രാഷ്ട്രീയ കക്ഷി കൊടി നിറ ഭേദമന്യേ എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ ഒരു എളിയ പൊതുപ്രവർത്തകൻ കൂടിയാണ്. എന്റെ ആ നിസ്വാർത്ഥമായ സത്യസന്ധമായ നിഷ്പക്ഷമായ പ്രവർത്തനത്തിന്റെ ഫലമായി തുടർച്ചയായി എന്റെ വാർഡ് ഞങ്ങൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. എങ്കിലും എന്റെ കവിതയുടെ വഴി, സമരത്തിന്റെ കനൽ വഴികളിൽ നിന്ന് കവിതയുടെ മലർ വഴിയിലേക്കുള്ള ഒരു ഒച്ച വയ്ക്കാത്ത നടത്തമാണ്. ഒരു മരത്തിൽ നിന്നൊരു ഇല അടർന്നു വീഴുമ്പോൾ അത് മറ്റാരെയും ശബ്ദം കൊണ്ട് ഞെട്ടിക്കാത്തതുപോലെ അധികാരത്തിന് ഇനിയും ഒരുപാട് സാധ്യതകളും ഉയരങ്ങളും വളർച്ചകളൊക്കെ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാമെങ്കിലും ഞാനൊരു ഇല അടർന്നു വീഴുന്നത് പോലെ ഒരു ശബ്ദവും ഒരു ഒച്ചയും ഉണ്ടാക്കാതെ പതിഞ്ഞ കാലടികളോടെ നടന്ന് എൻ്റെ കാവ്യവരിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഇതൊരു വിദ്യാർത്ഥികൾക്ക് അനുമോദനം കൊടുക്കുന്ന ഒരു വേദി കൂടിയാണ്. ഇന്ന് പഠനം എന്തിന് എന്നൊരു ചോദ്യം നമുക്കൊക്കെ മുന്നിലുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞു, വായിച്ചു വളർന്നാൽ വളരും, വായിക്കാതെ വളർന്നാൽ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷയുടെ വളരെ ചെറിയ വാക്കുകളിലൂടെ വലിയൊരു ആശയത്തിന്റെ പ്രപഞ്ചം ആ കവി നമുക്ക് പകർന്നു തന്നു. ഇപ്പൊ മെഡിക്കൽ കോളേജിലും ഞാൻ ഒരിക്കൽ അഡ്മിറ്റായി കിടക്കുന്ന ഒരു സമയത്ത് എൻ്റെ വലത് കയ്യിൽ ഗ്ലൂക്കോസൊക്കെ കയറ്റി കിടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അന്ന് അവിടെ ചികിത്സയിൽ ഒരു ഉദാഹരണം മാത്രമാണ്, ഞാൻ അവസാനിപ്പിക്കാം, സമയം എടുക്കില്ല. അവിടെ ഒരു കുടുംബം വളരെ, ഞാൻ അഡ്മിറ്റായ സമയത്ത് കിടക്കുന്ന ഒരു ചേച്ചി, ഒരു പ്രായമായ ഒരാളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനൊരു 7 മാസം കഴിഞ്ഞ് വീണ്ടും ആ വാർഡിൽ അഡ്മിറ്റായപ്പോൾ അതേ വാർഡിൽ അതേ മൂലയിൽ അതേ കട്ടിലിൽ അവരങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശുപത്രി വാർഡുകൾ മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പണത്തിന്റെയും ഗുണത്തിന്റെയും കഴിവിന്റെയും പ്രാപ്തിയുടെയും ഒക്കെ അതിരുകൾ മാറ്റി ഒന്നിപ്പിക്കുന്ന ഒരിടം കൂടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്ന് കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ ചോദിച്ചു, ചേച്ചി അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അവരെന്നോട് വളരെ വിഷാദം നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു, മോനെ എൻ്റെ അച്ഛനല്ല, എൻ്റെ ഭർത്താവാണ്. ഒരു 33-34 വയസ്സ് പ്രായമുള്ള സുന്ദരിയായ ഒരു ചേച്ചി, 80 വയസ്സ് പ്രായം തോന്നിക്കുന്ന വെറും 40 വയസ്സുള്ള ഭർത്താവ്, ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ട് വളരെ ദുരിതത്തിൽ കഴിയുന്നു. അങ്ങനെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വരികയും, അന്ന് ഞാൻ കൗൺസിലർ ആയിട്ടില്ല, അങ്ങനെ എൻ്റെ കട്ടിലിൽ വന്നിരുന്ന് എനിക്ക് എൻ്റെ 2 കണ്ണും നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ആ കണ്ണീരിനോടൊപ്പം എൻ്റെ മനസ്സിൽ, എൻ്റെ കണ്ണിൽ കണ്ണുനീർ തുള്ളി
ഉറഞ്ഞുകൂടിയതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഒരു കവിതയുടെ തുള്ളി കൂടി വന്നു വീണു. ആ കവിതയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: കരയുകയാണോ വേണ്ടത്, കരയുന്നവരുടെ കണ്ണീര് ഒപ്പുകയാണോ വേണ്ടത്? അങ്ങനെ ഞാൻ നഴ്സുമാരുടെ റൂമിൽ ചെന്ന് ഒരു പേനയും ഒരു പേപ്പറും വാങ്ങിച്ച് എൻ്റെ വലത്തെ കയ്യിലെ ഗ്ലൂക്കോസ് ഇടത്തെ കയ്യിലേക്ക് മാറ്റി ഇടിയിപ്പിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് ഞാൻ അവിടെ ഇരുന്നൊരു കവിത എഴുതി. നോക്കും വാക്കും എന്നാണ് ആ കവിതയുടെ പേര്. അത് പിന്നീട് 2013 പുറത്തിറങ്ങിയ നേരത്തെ അവതാരക പറഞ്ഞ തണൽ തേടും മരം എന്ന കൃതിയിൽ ആ കവിത ഉൾപ്പെട്ടിരുന്നു. ആ കവിത ഉൾപ്പെടെയുള്ള പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് 7ഓളം അവാർഡുകൾ കിട്ടിയത്. ആ കവിത മാത്രം ഞാൻ ചൊല്ലി അവസാനിപ്പിക്കാം. കരയുവാനല്ല നിൻ കണ്ണുകൾ മാനവ, കരയുന്ന മിഴികളെ കണ്ടിടവേ കരമലർ കൊണ്ടു തുടച്ചു നിന്നുള്ളിലെ കരുണാ കടാക്ഷം പൊഴിച്ചിടുവാൻ, അരുതായ്മ കാണാതിരിക്കുവാൻ എന്ന പോൽ അഭികാമ്യമായവ കാണുവാനും, അതിൽ നിന്നു ഉലകിന്നു ഹിതമായതെന്തെന്നതറിയണം, ഉൾക്കൺ തെളിഞ്ഞിടേണം. ഒരു നോക്കിലൊരു വാക്കിലരുളുന്ന നന്മയ്ക്കൊരളവില്ലൊരതിരില്ലിതറിയാതെയോ, കടുവാക്കുകൊണ്ടെത്ര ഹൃദയങ്ങൾ നാൾക്കുനാൾ കനലിട്ടു പൊള്ളിച്ചിടുന്നു മർത്യൻ. അക്കനലൂതി പെരുപ്പിച്ച തീനാലൊക്കെയും ചുട്ടു കരിച്ചിടവേ ഉരുകുന്ന ഹൃദയങ്ങളാരു കാണാൻ, പെരുകുന്ന രോദനം ആരു കേൾക്കാൻ. വാളേന്തി വെല്ലാൻ അരുതാത്ത നീതിയെ വാക്കൈ പൊത്തിപ്പുറത്തിടാതെ, വാക്കിന്റെ യൂക്കും കരുത്തും പെരുപ്പിച്ചു മേൽക്കൈയു നേടണം നമ്മളെന്നും. വാക്കിൻ വെളിച്ചമാണുൾക്കൺ തെളിച്ചമെന്നോർക്കണം മാനവനെന്നുമെന്നും. വിത്തിട്ട വാക്കിൽ വിളഞ്ഞു കാഴ്ചയിടണം വിശ്വം മുഴുക്കയും നന്മയെന്നും. അങ്ങനെ ഒരു വാക്കിൽ നിന്ന്, ഒരു വരിയിൽ നിന്ന്, ഒരു കവിതയിൽ നിന്ന് ഒരു വിശ്വനന്മയുടെ മരത്തെ തളിർപ്പിച്ചെടുക്കാൻ കഴിയുന്നിടത്താണ് കവിത സാർത്ഥകമാകുന്നത്. പിന്നീട് അവരുടെ ഭർത്താവ് മരണപ്പെടുകയും വൈധവ്യം എന്ന് പറഞ്ഞൊരു കവിത എഴുതുകയും അത് ഉത്രാളിക്കാവിൻ്റെ സോവനിയറിൽ പ്രസിദ്ധീകരിച്ചു വരികയും ഞാൻ പഠിച്ച വ്യാസ NSS കോളേജിലെ പ്രൊഫസറായിരുന്ന ശ്രീകുമാർ സാറിന് ഞാൻ ഈ കവിത ചൊല്ലിക്കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അല്പനേരം മിണ്ടാതിരുന്ന് വീട്ടിനകത്ത് പോയി എൻ്റെ കയ്യിൽ കുറച്ച് പണം എടുത്തു തന്നിട്ട് പറഞ്ഞു: ചന്ദ്രമോഹൻ, ഇത് ഞാനാണ് തന്നത് എന്ന് പറയണ്ട, ചന്ദ്രമോഹൻ്റെ ഒരു അഭ്യുദയകാംക്ഷി തന്നതാണെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കൂ എന്ന് പറയും. ഞാൻ ആ പൈസ അവർക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഒരു കവിയുടെ ഒരു വാക്കിൽ നിന്ന്, ഒരു വരിയിൽ നിന്ന്, ഒരു സൃഷ്ടിയിൽ നിന്ന് ദുരിതം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ വേദനയെ മറ്റൊരു മനുഷ്യന്റെ മനസ്സിന്റെ കാരുണ്യത്തിന്റെ ഉറവയെ തൊട്ടുണർത്താൻ കഴിയുമ്പോഴാണ് അക്ഷരങ്ങൾ സാർത്ഥകമാകുന്നത്, കവിത സാർത്ഥകമാകുന്നത്. പിന്നീട് ഞാൻ കൗൺസിലർ ആയതിനു ശേഷം എൻ്റെ കൂടി ഒരു ഇടപെടൽ കൊണ്ട് അവർക്കൊരു സർക്കാർ ജോലി നേടിക്കൊടുക്കാനും സാധിച്ചു. ഇപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അവർ ജോലി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കവിയിലൂടെ കൗൺസിലറിലേക്ക് എത്തി, കൗൺസിലറിൽ നിന്ന് സാമൂഹ്യ സേവനത്തിന്റെ എല്ലാ വഴികളും തിരിച്ചറിഞ്ഞു ഇന്നും കാവ്യ വഴിയിലൂടെയും സേവന വഴിയിലൂടെയും തന്നെ മുന്നോട്ട് പോകാൻ എന്നെ പ്രാപ്തമാക്കുന്നത് ഈ ഒരു തിരിച്ചറിവ് ആണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ധന്യമായ ചടങ്ങിന് പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ക്ഷേത്ര സമിതിക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. അറിയാതെ പോയതും പറയാതെ പോയതും പതിരായി പോയതും കഴിച്ച് ബാക്കി വല്ലതും കതിരായി, തളിരായി, ഇലരായി, മലരായി, കനിയായി അവശേഷിക്കുന്നുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. നന്ദി, നമസ്കാരം.